ഗായ്സ്, അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. വയസ്സാവുന്നതല്ലേ അറിയിക്കണ്ടേ, എന്തിനാ സ്റ്റാറ്റസ് വാട്സപ്പിലൊക്കെ അപ്പോൾ ഉള്ള അമ്മമാരൊക്കെ കാണുമല്ലോ. അതിൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ട്. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെ എല്ലാവരുടെയും ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഷോഫ് കാണിക്കുന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് അങ്ങനെ ബർത്ത്ഡേ വേണമെന്ന്. ഫസ്റ്റ് ബർത്ത്ഡേ മറന്നു പോയത് എൻ്റെ വീട്ടുകാരോട്. എൻ്റെ ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു ആൽബം ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്ത് ഫോട്ടോ മാത്രമേ ഉള്ളൂ. ചേച്ചി, അമ്മ, അച്ഛൻ നിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ അവരോട് മറന്നു പോയി, അതിനോട് ആരും സ്നേഹമല്ല എന്നൊക്കെ പറഞ്ഞു. കാണും വലിയ ദുരന്തം മാക്സിമം ഹറാസ് ചെയ്യും. ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ട്. ആവല്ലേ ഞാൻ പ്രാർത്ഥിക്കില്ല, പേടിയായിരുന്നു. കാരണം ഞാൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി എൻ്റെ ബർത്ത്ഡേ നോട്ട് ചെയ്ത് വലിയ കുഞ്ഞിലെ ഉണ്ടായിരുന്നാലും വലിയ ഡ്രോമേ ബർത്ത്ഡേ. കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഡ്രസ്സ് കിട്ടി, വാച്ച് കിട്ടി, പിന്നെ മാല, അങ്ങനെ എല്ലാവർക്കും കഷ്ടകാലമായ ഒരു സമയമായി. ഈ വർഷം എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കിട്ടൂല ഞാൻ പ്രതീക്ഷ. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ അലമ്പായിരുന്നു ബർത്ത്ഡേ ദുരന്ത ദിവസം. ആരും മറക്കില്ല. എനിക്ക് ഹാപ്പി തന്നെയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷത്തെയും ബർത്ത്ഡേ പോലെയല്ല, ഈ വർഷത്തെ ബർത്ത്ഡേ കുറച്ച് സീനാണ്, അലമ്പാണ്. വർഷം മൊത്തത്തിൽ ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്. എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതേപോലെ തന്നെയാണ്. അല്ലാണ്ട് കയ്യിൽ പൈസ ഇല്ല. സോ നമ്മൾ ഈ വർഷം മിനിമൽ ആഘോഷം. എനിക്കാണെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബർത്ത്ഡേസൊക്കെ ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നില്ല, എല്ലാവരും പറയും എനിക്ക് ബർത്ത്ഡേ ആവുന്നത് ഇഷ്ടമല്ല, വയസ്സ് കൂടുക. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് എത്ര വയസ്സ് കൂടിയാലും എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പെട്ടെന്ന് പോയി റെഡി ആവാം. ഗിഫ്റ്റൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാവരും ഭയങ്കര അറിയാമല്ലോ, 2026 എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരുടെയും അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. എന്നാലും എനിക്ക് ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ഈവനിങ് വന്ന് കാണിച്ചു തരാം. അപ്പം ഓക്കെ, ഞാൻ പോയി റെഡി ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വരാം. ബൈ. മേക്കപ്പൊക്കെ ചെയ്തു, കണ്ണെഴുതി, ലിപ്സ്റ്റിക്ക് ഇട്ടു, പിന്നെ നമ്മുടെ മറ്റേ സാധനം എന്തോ ഇതിന് പറയാം, ബ്ലഷ്. യെസ്, ബ്ലഷ് ഇട്ടു, ലിപ്സ്റ്റിക്കാണ് എടുത്ത് ഇവിടെ ഇട്ടു. അത്രയേ ഉള്ളൂ. ജസ്റ്റ് മുടിയൊന്നും ചെയ്യുന്നില്ല. മുടി ഇങ്ങനെ കേടിയായി കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം മുടി സ്ട്രെയിറ്റ് ചെയ്താൽ ഒന്നുകൂടി അലമ്പാവും. കുറച്ചൊരു 2 മണിക്കൂറൊക്കെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പഴയപോലെ ഇതിനേക്കാളും വേസ്റ്റാവും. സോ ഇങ്ങനെ നിൽക്കട്ടെ, വലിയ കുഴപ്പമില്ല. അപ്പോൾ ബർത്ത്ഡേ എന്ന് വെച്ചാൽ എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും പറയും, എൻ്റെ സിസ്റ്റർ ആണെങ്കിലും പറയും അവൾക്ക് ബർത്ത്ഡേ ഇഷ്ടമല്ല, കാരണം വയസ്സാവുന്നതല്ലേ അറിയിക്കണ്ടേ, എന്തിനാ സ്റ്റാറ്റസ് ഇടുന്നതെന്നൊക്കെ ചോദിക്കും. അമ്മയൊക്കെ എടുത്ത് സ്റ്റാറ്റസ് സ്റ്റോറി ഇടും വാട്സപ്പിലൊക്കെ. അപ്പോൾ ഉള്ള അമ്മമാരൊക്കെ കാണുമല്ലോ ബർത്ത്ഡേ. അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, ഞാൻ പറയാം. വാലിഡായ കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നാമത് എൻ്റെ ബർത്ത്ഡേ മെയ്യിലാണ്. മെയ്യിലെന്ന് വെച്ചാൽ മെയ് 7th, ഇന്ന് മെയ് 7th ആയതുകൊണ്ട് സ്കൂൾ അടച്ചിട്ടാണുള്ളത്. അപ്പം സ്കൂളിൽ ചെന്ന് ചോക്ലേറ്റ് കൊടുക്കാനോ കളർ ഡ്രസ്സ് ഇട്ട് ഷോ ഓഫ് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും എനിക്ക് കിട്ടിയില്ല. എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ മാർച്ചിലായിരുന്നു. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് അവളിങ്ങനെ നല്ല തിളങ്ങുന്ന ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പറത്തിയും കൊണ്ട് മാലാകിയെ പോലെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൂടെ എല്ലാവരുടെയും ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഷോ ഓഫ് കാണിക്കുന്നതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആവണം, എനിക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇങ്ങനെ ആശ്വസിക്കും. സാരമില്ല, വലുതായ കോളേജൊക്കെ എത്തുമ്പോൾ ആ സമയത്തൊക്കെ കോളേജൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒക്കെ നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ സമാധാനിപ്പിക്കും. ശരിക്കും അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അങ്ങനെ ബർത്ത്ഡേ വേണമെന്ന്. അപ്പോൾ സ്കൂൾ കുട്ടിയാണ്ട് എനിക്ക് ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ അന്ന് വലിയ ആഘോഷം മീൻസ് ജസ്റ്റ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വരും. അമ്പലത്തിലെ പായസമോ അല്ലെങ്കിൽ വീട്ടിൽ പായസം വല്ലതും ഉണ്ടാക്കും, അതേ ഉള്ളൂ ആഘോഷം. നമ്മുടെ മറ്റേ കേക്ക് കട്ടിങ് അങ്ങനത്തെ സാധനമൊന്നും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ. അതൊക്കെ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അമ്മയുടെ അച്ഛൻ്റെ ആനിവേഴ്സറി ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ തന്നെ മേടിച്ച് അങ്ങനെ ആ ഒരു ശീലം ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നതാണ്. പണ്ട് ഇങ്ങനെ പായസം വെക്കുക, സദ്യ വെക്കുക, അതായിരുന്നു ആഘോഷം. അപ്പോൾ എനിക്ക് ഈ ചോക്ലേറ്റ് കൊടുക്കാനൊന്നും പറ്റാത്ത ഒരു വിഷമ റിഗ്രറ്റ് കിടക്കുന്നുണ്ട് കുഞ്ഞിലെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ മറന്നു പോയത് എൻ്റെ വീട്ടുകാരോട്. എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ മറന്നു പോയതുകൊണ്ട് തന്നെ എനിക്ക് കുഞ്ഞിലെ ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞിലെ ആൽബം ഉണ്ട്, ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു ആൽബം ഉണ്ട്. അപ്പം ഞാനിതിങ്ങനെ എടുത്തിങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ഫോട്ടോ എവിടെ അങ്ങനെ ഞാനിങ്ങനെ തപ്പും. എവിടെയെങ്കിലും എൻ്റെ സൈഡിൽ എവിടെയെങ്കിലും എൻ്റെ ഫോട്ടോ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കും. പക്ഷെ ആൽബം നിറയെ ചേച്ചിയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. ചേച്ചി, അമ്മ, അച്ഛൻ, ആ വീട്ടിലെ ബാക്കി അച്ഛൻ അങ്ങനത്തെ ആൾക്കാർ. ഞാനില്ല. ഞാനിങ്ങനെ അമ്മയോട് ചോദിക്കും ഞാൻ എവിടെ. അപ്പോൾ എന്നോട് അമ്മ പറയും മോളന്ന് ഉണ്ടായിട്ടില്ല, മോളന്ന് ജനിച്ചില്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ പറയും ഓക്കെ, ഇതുപോലെ എനിക്ക് ആൽബം ഉണ്ടാവുമല്ലോ, ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ പോലെ എനിക്കും ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആൽബം എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും നിനക്ക് അങ്ങനെ ആൽബം ഇല്ല. ഞാൻ ചോദിക്കും അതെന്ത് പറ്റി. അപ്പോൾ പറയും അപ്പോൾ ചേച്ചി സൈഡിൽ കൂടെ ഇങ്ങനെ കളിയാക്കി വന്ന് പറയും നിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ അവരോട് മറന്നു പോയി, നിന്നെ ഒന്നും ആർക്കും ഓർമ്മയില്ല, നിന്നോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കരയിപ്പിക്കും. അപ്പോൾ ഞാൻ കുറേ വിഷമിച്ചിരിക്കുമ്പോൾ
അമ്മ ഇങ്ങനെ വന്ന് ഇങ്ങനെ കംഫർട്ടാക്കും. എന്നാലും എനിക്ക് വിഷമമാണ് അത് കേൾക്കുമ്പോൾ. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അന്ന് മുതലേ എനിക്ക് ആ ഒരു സങ്കടമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും വലുതായിട്ട് ആഘോഷിക്കാം. വലുതായിട്ട് സ്കൂളിൽ പറഞ്ഞല്ലോ ചോക്ലേറ്റ് കൊടുത്ത് ഷോപ്പ് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കോളേജിലെത്തിയിട്ടാവും അതിനേക്കാളും വലിയ ദുരന്തം. കോളേജിലെ ബർത്ത്ഡേ ആഘോഷം എന്താണെന്ന് വെച്ചാൽ പണി കൊടുക്കൽ. ബർത്ത്ഡേ ഉള്ള ആൾക്കാരെ മാക്സിമം ഹറാസ് ചെയ്യുക. അതാണ് ഞങ്ങളുടെ അന്നത്തെ ട്രെൻഡ്. അതായത് ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കോളേജിലായപ്പം ഇപ്പോൾ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യും. മുട്ട, തക്കാളി അതൊക്കെ മേടിച്ചാണ് ഞങ്ങൾ ആഘോഷിക്കുക. മുട്ട, തക്കാളി, പിന്നെ കുറച്ച് ചീഞ്ഞ പച്ചക്കറികൾ, അങ്ങനെ വേസ്റ്റ് വെള്ളം, ചളി കലക്കുക, കളർ കലക്കുക, പിന്നെ മേക്കപ്പ് ഇടുക. മറ്റേ കുണുവാവ കണക്കെ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് മേക്കപ്പ് ഇടിച്ചിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുക. ഈ തക്കാളി മുട്ടയൊക്കെ തലയിലൂടെ മൈദയൊക്കെ കലക്കി തലയിലൂടെ മൊത്തമൊക്കെ ആക്കി അത് ഫോട്ടോ എടുക്കുക. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അന്നത്തെ ഹോബീസ്. അന്ന് ഞാനും ചെയ്തിട്ടുണ്ട്, എനിക്ക് തിരിച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേ ആവല്ലേ ഞാൻ പ്രാർത്ഥിക്കല. പേടിയായിരുന്നു. കാരണം ഞാൻ ചെയ്തവരൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി എൻ്റെ ബർത്ത്ഡേ നോട്ട് ചെയ്ത് എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ എനിക്ക് തിരിച്ചു തരണമല്ലോ. അങ്ങനെ അപ്പോൾ ഒരു ട്രോമയായി. അപ്പം അതിലും വലിയ കുഞ്ഞിലേ ഉണ്ടായിരുന്നതിലും വലിയ ട്രോമയായി ബർത്ത്ഡേസ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ റെഡി ആയിക്കോളും എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരു സമയത്ത് കോളേജിലാവുമ്പോൾ വീട്ടിൽ നിന്ന് പൈസ തരുമല്ലോ, ബർത്ത്ഡേക്ക് എന്തെങ്കിലും പൈസയൊക്കെ, ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ അല്ലേ തരുള്ളൂ. അപ്പം വലുതാകുമ്പോൾ ആക്കാന്ന് വിചാരിക്കും. വലുതായപ്പോൾ, അതായത് സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൈസ ചിലവാക്കാൻ മടിയായി. എന്തിനാ ഒരു ബർത്ത്ഡേക്ക് ഇത്രയും പൈസ കളയുന്നത്? അത്ര വലിയ ആഘോഷമൊന്നും വേണം, ചെറുതായി എന്തെങ്കിലും മതിയെന്ന് ആ ഒരു സാധനമായി. അങ്ങനെ ചെറുതായി എന്തെങ്കിലും മതിയെന്നായി. അങ്ങനെ ചെറുതായി ഓക്കെ. പിന്നെ ഞാൻ വിചാരിക്കും ആരെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും, അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കും. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടി കേട്ടോ. എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. എനിക്ക് തോന്നുന്നു കോളേജ് പഠിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ ഞങ്ങളതിൽ കാശില്ലായിരുന്നു. അതുകൊണ്ട് അപ്പം വലുതായപ്പം എനിക്ക് ഇവിടെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരും ഒക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സെയിം ഏജുള്ളവരും ടൈപ്പുള്ളവരും. അവർക്ക് എനിക്ക് ഗിഫ്റ്റ് തരും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സ് കിട്ടി, വാച്ച് കിട്ടി, പിന്നെ എന്തുവാ കമ്മൽ, പിന്നെ മാല, അങ്ങനെ കുറേ സാധനം കിട്ടിയായിരുന്നു. ഞാൻ അവർക്ക് ട്രീറ്റും ചെയ്തു. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. സർപ്രൈസ് കേക്കൊക്കെ കിട്ടി. നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാകത്തില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ പൈസ ഇല്ല. എല്ലാവരും മുഞ്ചിരിക്കുക. കാരണം ഒന്നാമത് ഫൈനാൻഷ്യൽ ക്രൈസിസ്. പിന്നെ 2026 എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഞാൻ അറിയുന്ന ഏകദേശം ജോലി ചെയ്യുന്നവരും അല്ലാതെ ഹൗസ് വൈഫായിരിക്കുന്നവരും നമ്മുടെ അമ്മമാരുടെ പ്രായത്തിലുള്ളവരും എല്ലാവർക്കും കഷ്ടകാലമായ ഒരു സമയമാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിയുന്നവർമാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള സമയം ഈ 2026. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിവേ ഈ വർഷം എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഈ കാര്യത്തിൽ. എന്നാലും എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടണം. ഇനി അതും കിട്ടിയില്ലെങ്കിലും ഞാൻ തന്നെ പോയി എന്തെങ്കിലുമൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുന്നു. പോയിട്ട് കാണാം. എന്നോട് പറ ശിവേട്ട, പറ ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ. മോശമായി പോയി. അയ്യോ, എന്നോട് പറ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു മേടിക്കണം. എല്ലാവരോടും പറയാം. പറയണേ. മുറിച്ച് ഗായത്രി ആഘോഷിക്കേണ്ടതാണ്. അങ്ങനെ 40 എന്നെ എടുക്കുക. ബർത്ത്ഡേ പണി അല്ല, പൊളിച്ച പണി. ഈവനിങ് ആയപ്പോൾ ഒരു കഫേയിൽ പോയി പേസ്ട്രി കേക്ക് മേടിച്ചു. മിനിമലായിട്ട് അങ്ങ് ആഘോഷിച്ചു. ചെറിയ കേക്ക് മുറിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് ആഘോഷിച്ചു. അത്രയേ ഉള്ളൂ ഈ വർഷത്തെ ആഘോഷം. പിന്നെ അവിടുന്ന് തന്നെ ഒരു ജ്യൂസും കുടിച്ച് ഇറങ്ങി. ഈ വർഷത്തെ ബർത്ത്ഡേ വലിയ കുഴപ്പമില്ലായിരിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നല്ല വൃത്തികെട്ട ബർത്ത്ഡേ ആയിരുന്നു. എനിവേ ഞാൻ ഹാപ്പിയാണ്. ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ അലമ്പായിരുന്നു ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ. മേ ബി എനിക്ക് തോന്നുന്നു എന്താണെന്നറിയില്ല, എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, അതായത് എൻ്റെ കൂടെയുള്ളവരെല്ലാം പറയുന്നു, നിൻ്റെ ബർത്ത്ഡേ ദുരന്ത ദിവസം, ആരും മറക്കില്ല, എല്ലാവർക്കും ഇന്ന് വളരെ മോശം ദിവസമായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇതൊരു ടേണിംഗ് പോയിന്റ് അങ്ങനെ പറയാൻ പറ്റുമോ, അങ്ങനെ അറിയാം. എനിവേ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ ഇത്രയും കാലം ഒരു കംഫർട്ട് സോണിലൂടെ ഇങ്ങനെ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു കംഫർട്ട് സോണിലാണ്. അപ്പോൾ ഞാനായിട്ട് അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരത്തില്ല. എൻ്റെ സ്വഭാവം അതാണ്. ഞാനൊരു സ്ഥലത്ത് ഭയങ്കര കംഫർട്ടാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഓക്കെ ഇവിടെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് മാറണം. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് എനിക്ക് സംഭവിച്ചാലേ ഞാൻ അവിടെ നിന്ന് മാറുള്ളൂ. അതിന് ഇപ്പോൾ എൻ്റെ ഇപ്പുറത്ത് എനിക്ക് വലിയ സാധനം കൊണ്ടുവച്ചാലും ഇവിടെ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് വന്നാലേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്ന ഈശ്വര, അതുകൊണ്ടായിരിക്കും. എനിവേ അതിനായിരിക്കാം ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല. എനിവേ ഇതൊരു ഹാപ്പി ബർത്ത്ഡേ തന്നെ ആയിരിക്കും. എനിക്ക് ഈ വീഡിയോ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും ഈശ്വര നല്ലതിനായിരിക്കണേ. എനിവേ നല്ലതിനാ ചീത്തയ്ക്കും എന്താണെങ്കിലും ഓക്കെ, ഞാൻ ഇതുമായിട്ടങ്ങ് എന്താ പറയുക അഡാപ്റ്റബിളായി അങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, ഇനി ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു. ഓക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടൂല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് കിട്ടി. കുഞ്ഞു സാധനമാണ്, എന്നാലും അത് എനിക്ക് ഇഷ്ടമാണ്. കുഞ്ഞാണെങ്കിലും എനിക്ക് ഭയങ്കര കാര്യമാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചോടെ എനിക്ക് ചോക്ലേറ്റ് കിട്ടി. എനിക്കിഷ്ടമാണ് ഡാർക്ക് ചോക്ലേറ്റ്, അതിൻ്റെ കൂടെ നട്ട്സ് ഒക്കെ വരുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത് തന്നെ കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയതൊരു ക്യൂട്ട് സാധനമാണ്. എനിക്കിഷ്ടമായി ഇങ്ങനത്തെ ക്ലിപ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഞാനിങ്ങനെ കളക്ട് ചെയ്യാൻ നോക്കും. ഞാൻ കാണുന്നിടക്കൊക്കെ മേടിക്കാൻ നോക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എനിക്കിഷ്ടപ്പെട്ട ക്യൂട്ട് കുഞ്ഞ് 2 ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ഈ ബർത്ത്ഡേ എനിക്ക് ഹാപ്പി തന്നെയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. എന്താ ബർത്ത്ഡേ വ്ലോഗ് കഴിഞ്ഞു. എൻ്റെ ഈ ദുരന്ത ദിവസം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.